പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഉത്തര കൊറിയ. രാജ്യത്തിൻ്റെ തലവൻ കിം ജോങ് ഉൻ 5000 ടൺ ഭാരമുള്ള നേവൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ സന്ദർശിക്കുകയും മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വയ്ക്കുകയും ചെയ്തു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന 2 ദിവസത്തെ യാത്രയിൽ ഉത്തര കൊറിയ നിർമ്മിക്കുന്ന 5000 ടൺ ഭാരമുള്ള ചോ ഹ്യോൺ ക്ലാസ് ഡിസ്ട്രോയറുകളിലെ ആദ്യ യുദ്ധക്കപ്പലായ ചോ ഹ്യോൺ കിം സന്ദർശിച്ചതായി സ്റ്റേറ്റ് മാധ്യമമായ KCNA റിപ്പോർട്ട് ചെയ്തു. ഉത്തര കൊറിയൻ നാവികസേനയ്ക്ക് ശക്തമായ ആക്രമണശേഷി ഉണ്ടെന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായും KCNA വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. പസഫിക് സമുദ്രത്തിൽ രാജ്യത്തിൻ്റെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനായി സേനയുടെ കപ്പൽപ്പടയെ നവീകരിക്കുന്നത് തുടരുമെന്നും കിം പറഞ്ഞു. അമേരിക്കയും സഖ്യകക്ഷികളും രാജ്യത്തിന് മേൽ പ്രകോപനം തുടരുകയാണെന്ന് കൂടെ അദ്ദേഹം പറയുന്നു. ചോഹ്യോൺ ക്ലാസ് ഡിസ്ട്രോയറുകളുടെ 2ാമത്തെ യുദ്ധക്കപ്പലിൻ്റെ വിക്ഷേപണം 2025 മെയ് മാസത്തിൽ പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് അതിൽ പങ്കെടുത്തിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം കിം കസ്റ്റഡിയിലെടുത്തു. യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണി നടത്തി ജൂണിൽ വീണ്ടും വിക്ഷേപിച്ചുവെന്ന് KCNA അറിയിച്ചു. നാവികസേനയുടെ ആണവായുധ വികസനത്തിലെ പുരോഗതിയിൽ താനിപ്പോൾ സംതൃപ്തനാണെന്ന് കിം ജോങ് ഉൻ പറയുന്നു. പുതിയ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ എല്ലാ വർഷവും 2 ഉപരിതല യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമെന്നാണ് 9ാം കോൺഗ്രസിൽ എടുത്ത തീരുമാനം. കപ്പൽശാലയിൽ ആസൂത്രണം ചെയ്യുന്ന അതേ ക്ലാസ്സിലുള്ള 3ാമത്തെ യുദ്ധക്കപ്പലിനെക്കുറിച്ചും കിം ചർച്ച ചെയ്തതായി KCNA പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിനെ നേരിടാൻ ആവശ്യമായ മിസൈലുകൾ നൽകാൻ ഉത്തര കൊറിയ തയ്യാറാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ തങ്ങളുടെ പക്കലുള്ള ഒരു മിസൈൽ മാത്രം മതിയെന്ന് കിം അവകാശപ്പെട്ടുവെന്ന് ചൈനീസ് മാധ്യമമായ ചൈന ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇറാനിയൻ ഭരണകൂടത്തെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം തുടരുന്നതിൻ്റെ ഇടയിലാണ് ഉത്തര കൊറിയ രംഗത്ത് വന്നത്. ഇറാനുമായി വളരെ അടുത്ത ബന്ധമാണ് ഉത്തര കൊറിയക്കുള്ളത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നടപടിയെ റഷ്യയും വിമർശിച്ചിരുന്നു. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങൾ തുടർന്നാൽ ഏത് നിമിഷവും ഒരു 3ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന് റഷ്യ പ്രസ്താവിച്ചിരുന്നു. അതിന് പിന്നാലെ ഉത്തര കൊറിയയും രംഗത്ത് വന്നതോടെ ആഗോള ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇപ്പോൾ ക്യൂബയും ആക്രമിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പൗരന്മാരോട് ക്യൂബ വിട്ടുപോരാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇറാനിലെ യുദ്ധം പൂർത്തിയാക്കിയ ശേഷം ക്യൂബയിൽ അമേരിക്ക നേരിട്ടുള്ള സൈനിക നടപടി ആരംഭിക്കുമെന്നാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യാന്തര നിയമങ്ങളെ കാറ്റിൽ പറത്തി സാമ്പത്തിക സമ്മർദ്ദവും ഉപരോധങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ക്യൂബൻ സമ്പദ്വ്യവസ്ഥയെ തളർത്തുന്ന രീതിയിൽ ഉപരോധങ്ങൾ കർശനമാക്കിയ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രവർത്തനങ്ങളെ ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. ഇത് സമയത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നും ഇറാനിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ അമേരിക്ക ക്യൂബയിലേക്ക് കടക്കുമെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു.